ലൈഫിൽ ഞാൻ ഭയങ്കര ആവറേജ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ അക്കാഡമിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് സ്കിൽസ് എല്ലാ കാര്യങ്ങളിലും ഞാൻ ഭയങ്കര ആവറേജ് ആയിരുന്നു. എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടി അങ്ങനെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് ഇത് എങ്ങനെ ആവാം, ഇത് എപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ ആകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തകൾ എപ്പോഴും വരുമായിരുന്നു. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴും അങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ള ഇന്റേണൽ ആയിട്ടുള്ളൊരു വിശ്വാസവും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണം എൻ്റെ തിങ്കിങ്ങിലുള്ള ഒരു ലിമിറ്റായിരുന്നു. അത് ഞാൻ റിയലൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ബുക്ക് വായിക്കാനിടയായി. ദ മാജിക് ഓഫ് തിങ്കിങ് ബൈ ഡേവിഡ് സ്വാറ്റ്സ് എന്ന് പറഞ്ഞു. ആ ബുക്കിൻ്റെ ഒരു സമ്മറി വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കി ഇങ്ങനെ പറയാം: നമ്മുടെ സക്സസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ തിങ്കിങ്ങിൻ്റെ സൈസാണ്. നമുക്ക് എന്തുമാത്രം വലുതായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്നനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സക്സസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടാക്കിയ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ആവറേജ് ലെവലിൽ നിന്ന് എൻ്റെ ഒരു തിങ്കിങ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തത്, എൻ്റെ ഒരു മെന്റൽ ഹൊറൈസൺ വലുതായത് ആ ഒരു ഐഡിയക്ക് ശേഷം. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് എന്തുകൊണ്ട് ഒരു ഓണ്ടർപ്രണർ ആയിക്കൂടാ, എന്തുകൊണ്ട് എനിക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കൂടാ. ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യും, പക്ഷെ അത് എന്തുകൊണ്ട് നീ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്തുകൂടാ എന്നൊക്കെ ഉള്ള മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ചിന്തകൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ മാറി വന്നപ്പോൾ ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ പേടി, ഓവർ തിങ്കിങ്, സെൽഫ് ഡൗട്ട്, ആൾക്കാർ എന്ത് വിചാരിക്കും, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്തകളായിരുന്നു. കാരണം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ബി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഒരു ആവറേജ് ലൈഫ് ജീവിക്കാതെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ നന്നായിട്ട് യൂസ് ചെയ്തിടാം. അത് നമ്മുടെ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹൈ, അതൊക്കെ ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത് സത്യം. സോ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഡിഫറെൻറ്റ്. ഞാൻ റിയലൈസ് ചെയ്ത ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ ദ സ്മാർട്ട്, നോട്ട് ഫോർ ദ ടാലൻറ്റഡ്. അതിന് സ്പേസ് ഉണ്ട്, പക്ഷേ അപ്പോഴും ഫോർ ദോസ് ഹു ബിലീവ് ഇൻ ദംസെൽവ്സ്. സ്വയം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് എന്നെ കൊണ്ടേക്ക് പറ്റൂ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേർ ആർ സോ മെനി ഓപ്ഷൻസ്. നമുക്ക് ലൈഫിൽ ഒരുപാട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ജേർണിയിൽ ഒരുപാട് സെറ്റ് ബാക്സ് വരും, ഫെയിലിയേഴ്സ് ഉണ്ടാവും. പക്ഷേ ആ ഫെയിലിയറിന് ശേഷമുള്ള കംബാക്ക് അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് പാഠങ്ങൾ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു തോൽവിയല്ല. വി ആർ നമ്മളൊരു ഗെയിം കളിക്കുകയല്ല, വി ആർ ജസ്റ്റ് ലേണിങ് ന്യൂ തിങ്സ്. അപ്പോൾ നമ്മളൊരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ലോസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം പഠിക്കും. അവിടുന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കംബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. സോ മൈൻഡിൽ കീപ്പ് ചെയ്യുക, ഓൾവേസ് ക്യാരി എ ആറ്റിറ്റ്യൂഡ് ദാറ്റ് യു ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്നും അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും പറ്റുമെന്നും സ്വയം വിശ്വസിക്കുക. സോ എവറി സക്സസ് സ്റ്റോറി ഹാസ് എ ബാക്ക് ബോൺ ലൈക്ക് ബിലീവിങ് യുവർ സെൽഫ്.